നാം എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു പദാർത്ഥമുണ്ട്, ക്രിയാറ്റിനും. വാസ്തവത്തിൽ ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത പദാർത്ഥങ്ങൾ തന്നെയാണ്. ശാരീരികാരോഗ്യത്തിൻ്റെ കാര്യത്തിലും ലൈംഗിക പ്രശ്നങ്ങളുടെ കാര്യത്തിലും അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയറിൻ്റെ കാര്യത്തിലും എല്ലാം നാം ഈ ക്രിയാറ്റിനിൻ എന്ന വാക്ക് തെറ്റിദ്ധാരണ ഉടലെടുക്കുന്ന അഥവാ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നാണ്. ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെ പ്രവർത്തന ഫലമായും മറ്റും പുറന്തള്ളുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ്, ഒരു മാലിന്യമാണ് ക്രിയാറ്റിനിൻ. അതേസമയത്ത് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു ഗുണമുള്ള അഥവാ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള നമ്മളുടെ മസിലുകളുടെ പ്രവർത്തനത്തിനും ഊർജം നൽകുന്നതിനും മറ്റും ആവശ്യമുള്ള ഒരു ഘടകമാണ് ഈ ക്രിയാറ്റിൻ. അത് ആഹാര പദാർത്ഥങ്ങളിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മത്സ്യം, മാംസം അതുപോലെയുള്ള പദാർത്ഥങ്ങളിൽ നിന്നാണ് ക്രിയാറ്റിൻ ലഭിക്കുന്നത്. സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് പരിപൂർണമായിട്ടും സസ്യാഹാരം മാത്രം കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഈ രണ്ട് പദാർത്ഥങ്ങളും പേരുകൊണ്ട് സാമ്യമുണ്ടെങ്കിലും അതിൻ്റെ ധർമ്മങ്ങളും പലതാണ്. ധർമ്മങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ക്രിയാറ്റിനിൻ കൂടുതലാകുകയാണെങ്കിൽ നമുക്കറിയാം കിഡ്നി ഫെയിലിയർ ഉണ്ടാകുന്നു എന്നുള്ളത്. അതായത് വൃക്കരോഗത്തിൻ്റെ ആദ്യ സൂചനയായിട്ട് ക്രിയാറ്റിനാണ് നാം കണക്കിലെടുക്കാറുള്ളത്. രക്തം പരിശോധിക്കുന്നു, ക്രിയാറ്റിൻ ഉണ്ടോ എന്ന് നോക്കുന്നു, അതുപോലെ തന്നെ യൂറിയയും നോക്കുന്നുണ്ട്. അഥവാ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഈ രണ്ട് സാധനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമുക്കൊരു വ്യക്തിക്ക് റീനൽ ഫെയിലിയർ അഥവാ അവരുടെ വൃക്കകൾക്ക് തകരാറുണ്ടാകുന്നുണ്ടോ എന്നറിയുന്നതിന് മൂത്രം പരിശോധിക്കുമ്പോൾ മൈക്രോ ആൽബുമിൻ, അതുപോലെ തന്നെ രക്തം പരിശോധിക്കുമ്പോൾ ക്രിയാറ്റിനും യൂറിയയുമാണ് നാം നോക്കാറുള്ളത്. അതേസമയത്ത് ക്രിയാറ്റിൻ എന്ന് പറയുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റാണ്. അത് ശരീരത്തിന് ആരോഗ്യം നൽകുന്ന അല്ലെങ്കിൽ എനർജി, അതായത് നമുക്ക് ഓടാനും ചാടാനുമൊക്കെ അതായത് ഊർജം നൽകുന്ന ഒരു ഘടകമാണ് ക്രിയാറ്റിൻ. ഇനി നമുക്ക് ലൈംഗിക ബന്ധവും ഈ ക്രിയാറ്റിനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. ക്രിയാറ്റിനിൻ. അപ്പോൾ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകുന്നതിന് 3 ഘടകങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഹോർമോണുകൾ ആവശ്യത്തിനുണ്ടാവണം, അതായത് വേണ്ട നിലയിൽ. ടെസ്റ്റോസ്റ്ററോൺ, പ്രൊലാക്റ്റിൻ, അതുപോലെ തന്നെ തൈറോയിഡ്, FSH, LH അങ്ങനെയുള്ള ഹോർമോണുകൾ ഇതിന് പ്രധാനപ്പെട്ട ഘടകമാണ്. ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കുറയുന്നു. അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ്റെ ലെവൽ കൂടുകയും ചെയ്യുന്നു. നമുക്കറിയാം പ്രൊലാക്റ്റിൻ്റെ ലെവൽ പുരുഷനിലാകട്ടെ സ്ത്രീയിലാകട്ടെ കൂടുകയാണെങ്കിൽ അത് ലൈംഗികമായിട്ടുള്ള അതായത് ശേഷിക്കുറവിലേക്കും താല്പര്യക്കുറവിലേക്കും പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ താല്പര്യക്കുറവിലേക്കും ശേഷിക്കുറവിലേക്കും പോകുമ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ക്രിയാറ്റിൻ കൺട്രോൾ ചെയ്യപ്പെടുകയില്ലാതെ, അതായത് ക്രിയാറ്റിൻ്റെ ലെവല് നോർമലാക്കി എടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവിലേക്ക് അത് പോകുന്നുണ്ട്. സ്ത്രീയെയും ബാധിക്കുന്നുണ്ട്, പുരുഷനെയും ബാധിക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ അജയൻ വർഗീസ്, കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ്. ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ക്രിയാറ്റിനെ കുറിച്ചാണ്. അതായത് ശരീരത്തിലെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. മസിലുകളിൽ നിന്നും മറ്റും ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ക്രിയാറ്റിനിൻ. ആ ക്രിയാറ്റിൻ എപ്പോൾ കൂടുന്നോ അപ്പോൾ ലൈംഗിക ശേഷി ഇല്ലാതാകുന്നു. ലൈംഗിക ശേഷി ഇല്ലാതാകുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് മാത്രമാണ് ക്രിയാറ്റിൻ. ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? ക്രിയാറ്റിൻ്റെ അളവ് കൂടുന്നതോടുകൂടി ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ കുറയുന്നു. അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കൂടുന്നു. ഇനി അതുകൂടാതെ ഇത് ഞരമ്പുകളെ ബാധിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ തലച്ചോറിൽ നിന്നും ചില സിഗ്നലുകൾ വന്ന് അത് നട്ടെല്ല് വഴിക്ക്, സൂക്ഷ്മനാഡി വഴിക്ക് ലിംഗത്തിലേക്കും അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഉദ്ധാരണം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ലൈംഗിക താല്പര്യമുണ്ടാകുന്നത്, ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അതായത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 രൂപത്തിലുണ്ട്, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കുമുണ്ട്. ആ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തെ ഇത് കാര്യമായി ബാധിക്കുന്നുണ്ട്. ഓട്ടോണോമിക് ന്യൂറോപ്പതി ഉണ്ടാക്കുന്നുണ്ട് ക്രിയാറ്റിനിൻ ലെവൽ കൂടുകയാണെങ്കിൽ. അപ്പോൾ ക്രിയാറ്റിൻ ലെവൽ കൂടുമ്പോൾ
ഓട്ടോണോമിക് ന്യൂറോപ്പതി ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ലൈംഗിക ശേഷിക്കുറവ് അതിനോടനുബന്ധിച്ചുണ്ടാകുന്നു. ഇതുകൂടാതെ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ഷീണം ഉണ്ടാകുന്നതായി കാണാം. അതായത് അനീമിയ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് അത് പോകും. ക്ഷീണം ഉണ്ടാകുന്നതോടുകൂടി ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ലൈംഗിക താല്പര്യം കുറയും, അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളില്ലാണ്ടാവും. ഇതാണ് ക്ഷീണം വരുന്ന ഒരവസ്ഥയിലുണ്ടാകുന്നത്. ഇനി ഈ ക്രിയാറ്റിൻ ലെവല് സാധാരണഗതിയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം കിഡ്നി ഫെയിലിയറിലേക്ക് പോകും. കാരണം ഈ ക്രിയാറ്റിനെ കൂടുതലായിട്ടും പുറന്തള്ളുന്നത് വൃക്കകളാണ്, കിഡ്നികളാണ്. ആ കിഡ്നികൾക്ക് അതിനുള്ള കഴിവ്, ക്രിയാറ്റിൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ അതിനെ അത്രത്തോളം പുറന്തള്ളുവാനുള്ള കഴിവില്ലാതാകും. അപ്പോൾ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുന്നു, അതിനോടനുബന്ധിച്ച് വൃക്കകൾക്ക് തകരാറുണ്ടാകുന്നു. വൃക്കകൾക്ക് തകരാറുണ്ടാകുമ്പോൾ നാം ഇതിനുള്ള ചികിത്സകളിലേക്ക് പോകാറുണ്ട്. അതായത് അതിനുള്ള മരുന്നുകൾ നൽകാറുണ്ട്. ഈ മരുന്നുകളെല്ലാം തന്നെ ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഒരു ഘടകത്തിലേക്ക് വരുന്നതാണ്. പ്രത്യേകിച്ച് ഡയൂറിറ്റിക്സ്, അതുപോലെ അതിന് നൽകുന്ന മറ്റു മരുന്നുകൾ. ചിലപ്പോൾ സ്റ്റീറോയിഡ് ആവശ്യമായി വരാറുണ്ട്. സ്റ്റീറോയിഡ് എപ്പോൾ കൂടുതലായി ഉപയോഗിക്കുന്നോ അപ്പോഴെല്ലാം കോർട്ടിസോൾ എന്ന ലെവൽ ചിലപ്പോൾ കൂടിയെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ ലൈംഗികമായിട്ടുള്ള ശേഷി ഇല്ലാതാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റീറോയിഡിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം മൂലമാണ്. അതായത് വല്ലപ്പോഴും ഒരിക്കലും ഉപയോഗിക്കുന്നതല്ല. അങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈംഗിക ശേഷിക്കുറവിലേക്ക് പോകുന്നു. അതും ഈ വൃക്കരോഗത്തിൻ്റെ അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ കൂടിയതിൻ്റെ ഒരു പരിണിത ഫലമാണ്. അപ്പോൾ സ്വാഭാവികമായും ക്രിയാറ്റിൻ കൂടുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് സത്യം പറയട്ടെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മുൻകൂട്ടി കാണുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതേസമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം അതിന് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ക്രിയാറ്റിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ബ്ലഡ് ടെസ്റ്റ് വഴിക്ക് അത് കണ്ടുപിടിച്ചാൽ പോലും ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവിലേക്കൊക്കെ അത് വരുവാൻ വളരെയധികം കാലമെടുക്കും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നാം റെഗുലർ ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ, അതായത് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു 6 മാസം കൂടുമ്പോൾ എല്ലാവരും ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. ക്രിയാറ്റിൻ്റെ ലെവൽ എന്നുള്ളതല്ല, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈല്, ഇനി റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, പിന്നെ CBC-ESR ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് ഒരു ECGയും കൂടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുന്നുണ്ടോ എന്നറിയാൻ പറ്റും. എപ്പോൾ ക്രിയാറ്റിൻ്റെ ലെവൽ മുമ്പോട്ട് പോവുകയാണോ അതിനനുസരിച്ചുള്ള ചികിത്സകൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണെങ്കിൽ നമുക്കതിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും. അതുപോലെ ലൈംഗിക ശേഷിക്കുറവിൽ നിന്ന് അതിന് മാറ്റമുണ്ടാക്കുവാനും കഴിയും. ഏതെങ്കിലും ഒരു കാരണവശാൽ ക്രിയാറ്റിൻ്റെ ലെവൽ അല്പം കൂടുന്നതായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോടനുബന്ധിച്ച് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ആ ഹോർമോൺ ടെസ്റ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടെസ്റ്റോസ്റ്ററോൺ, അതുപോലെ തന്നെ പ്രൊലാക്റ്റിനും. ടെസ്റ്റോസ്റ്ററോണും പ്രൊലാക്റ്റിനും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈംഗിക ശേഷിക്കുറവിലേക്ക് അത് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുൻകൂട്ടി പരിഹാരം കാണുകയാണെങ്കിൽ, അതായത് ഈ അതിനോടനുബന്ധിച്ച് തന്നെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും നൽകുകയാണെങ്കിൽ ഭാവിയിലേക്ക് ഒരു പ്രശ്നങ്ങളില്ലാതെ അതിനെ കൊണ്ടുപോകാൻ കഴിയും. സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുകയാണെങ്കിലോ അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റിലോ റീനൽ ഫങ്ഷൻ ടെസ്റ്റിലോ കിഡ്നിയുടെ ടെസ്റ്റുകളിലോ അല്ലെങ്കിൽ കരളിൻ്റെ ടെസ്റ്റിലോ എന്തെങ്കിലും തകരാറ് കാണുകയാണെങ്കിൽ അതിന് മാത്രം ചികിത്സിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതല്ല വേണ്ടത്. അതിനോടൊപ്പം തന്നെ ഹോർമോണുകൾ നോക്കണം. ഹോർമോണുകളിൽ വ്യതിയാനം വരുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഹോർമോണുകളിൽ വ്യതിയാനം കാണുകയാണെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലൈംഗിക പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിട്ടല്ല ചികിത്സിക്കേണ്ടത്. കാരണം ഈ ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുന്നതോടുകൂടി നൈട്രിക് ഓക്സൈഡ് എന്ന ഒരു പദാർത്ഥം കുറയുന്നതായി കാണാം. അതായത് ലിംഗത്തിലെ രക്തക്കൊള്ളുകൾക്ക് വികസനം ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ലിംഗത്തിലേക്ക് ആവശ്യത്തിന് രക്തം എത്തുകയുള്ളൂ. അങ്ങനെ ലിംഗത്തിലേക്ക് രക്തം എത്തുന്നതിന് വേണ്ടി ഏറ്റവും സഹായിക്കുന്ന ഘടകമാണ് നൈട്രിക് ഓക്സൈഡ്. എപ്പോൾ ക്രിയാറ്റിൻ കൂടുന്നോ അപ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ അതായത് ലഭ്യത കുറയുന്നതായി കാണാം. അങ്ങനെ നൈട്രിക് ഓക്സൈഡിൻ്റെ ലഭ്യത കുറയുമ്പോൾ ലിംഗം ഉദ്ധരിച്ചു വരാത്ത ഒരവസ്ഥയിലേക്ക് വരും. തുടക്കത്തിൽ ക്രിയാറ്റിനാണ് കൂടുന്നത്. നൈട്രിക് ഓക്സൈഡിൻ്റെ ലെവൽ അപ്പോഴും വേണ്ട രീതിയിൽ നിലനിൽക്കുന്നുണ്ടാകാം. ക്രിയാറ്റിൻ്റെ ലെവൽ കൂടിക്കൂടി വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും അത് രക്തക്കൊള്ളുകൾ അടയുന്ന ഒരവസ്ഥയിലേക്ക് വരും. എപ്പോൾ ക്രിയാറ്റിൻ കൂടുന്നോ അപ്പോൾ അത്രോസ്ക്ലിറോസിസ്, അതായത് രക്തക്കൊള്ളുകളുടെ ഉൾവശം അടയുകയും വേണ്ടത്ര രക്തം ലിംഗത്തിലേക്ക് എത്താതെ വരികയും ചെയ്യുന്നു. ഇതോടനുബന്ധിച്ച് തന്നെ
കുറച്ച് നാൾ കഴിയുമ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കൊള്ളുകളും ബ്ലോക്കാവും. മറ്റ് അവയവങ്ങളിലേക്കുള്ള രക്തക്കൊള്ളുകൾ ബ്ലോക്കാക്കുന്ന ഒരവസ്ഥ നേരിട്ടല്ലാതെ തന്നെ ഇൻഡയറക്റ്റ്ലി ക്രിയാറ്റിൻ്റെ ലെവല് കൂടുന്നത് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ റെഗുലറായിട്ട് മെഡിക്കൽ ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ നമുക്ക് ക്രിയാറ്റിൻ്റെ ലെവൽ കൂടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ ലെവൽ കൂടുന്നതോടുകൂടി നമുക്ക് അതിനുള്ള പരിഹാരങ്ങളിലേക്ക് പോകാൻ കഴിയും. ലൈംഗിക ശേഷിക്കുറവ് മാത്രമല്ല, ഹൃദ്രോഗവും മറ്റും വരാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ എന്ന ലെവലിൽ അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഒരു കാര്യം പറയട്ടെ, ലിംഗത്തിലേക്കുള്ള രക്തക്കൊള്ളുകൾ പേറ്റൻ്റായിട്ട്, അതായത് അത് തുറന്നു തന്നെ ഇരുന്നില്ലെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ആ രക്തക്കൊള്ളുകളാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം അടയുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു രോഗം, അതായത് വൃക്കരോഗമാകട്ടെ, ഹൃദ്രോഗമാകട്ടെ, ലിവറിൻ്റെ പ്രശ്നങ്ങളാവട്ടെ, ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പുറമേ കാണപ്പെടുന്ന രോഗലക്ഷണം ലൈംഗിക ശേഷിക്കുറവാണ്. മറ്റൊന്നുമല്ല, ആദ്യം കാണപ്പെടുന്നത് ലൈംഗിക താല്പര്യമില്ലാതാകുക, ലൈംഗികമായിട്ട് ബലം കിട്ടാതെ വരിക, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുക, ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഹോർമോണുകളാണ്. അതുപോലെ തന്നെ ഞരമ്പിൻ്റെ പ്രശ്നങ്ങളാണ്, ന്യൂറോണൽ ടെസ്റ്റ്. ഇത്തരം ടെസ്റ്റുകൾ നടത്തി ബാക്കി അതിനോടനുബന്ധിച്ചുള്ള രക്തപരിശോധനകൾ നടത്തി അതിനുള്ള ചികിത്സ നടത്തി വൃക്കരോഗങ്ങളോടൊപ്പം തന്നെ, അതായത് ക്രിയാറ്റിൻ്റെ ലെവൽ കൂടിയതിനോടൊപ്പം തന്നെ ലൈംഗിക ശേഷിക്കുറവിനും പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ മറ്റ് അസുഖങ്ങളിലേക്ക് അത് കടന്നു പോകാതിരിക്കുവാൻ വളരെയധികം സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്കുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് PDF ഫോർമാറ്റിൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നതാണ്. ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.